ഇതിൽ അങ്ങനെ വർക്ക് ചെയ്ത 3 സിനിമകൾ ഇതൊക്കെയുള്ളൂ. ഒന്ന് ഈ ARM അതിലും അദ്ദേഹത്തിനെ വിളിച്ചാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ആശകളായിരം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ അതിൻ്റെ ഡയറക്ടർ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും അതിൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും എല്ലാവരും കൂടി ക്യാരക്ടറുകൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു ആവശ്യം മാത്രമേ ഒരാൾ ആവശ്യപ്പെട്ടുള്ളൂ. ഹരീഷ് ഖാനാറിൻ്റെ ഒരു ക്യാരക്ടർ എന്തായാലും നമ്മുടെ സിനിമയിൽ കൊടുക്കണം. അവർ പറഞ്ഞു വേണ്ട, നമുക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പിള്ളേരായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനകത്ത് അവസരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഹരീഷിന് നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റുള്ളൂ എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയും എൻ്റെ ആവശ്യാനുസരണം അവർ ഹരീഷ് ഖാനാറിനൊരു ക്യാരക്ടർ ആ സിനിമയിൽ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഒരു കോമ്പിനേഷൻ വരേണ്ട ആർട്ടിസ്റ്റ് ആദ്യം വെച്ചിരുന്ന സ്റ്റാർ മാറുകയും ഞാനിനി ഒന്നും പറയേണ്ട കാര്യമില്ല. മേടിച്ച കാശ് തിരിച്ചു കൊടുക്കുക. 12 ലക്ഷം കൊടുക്കാണെന്ന് ഹരീഷ് ഖാനാരൻ പറയുമ്പോൾ താങ്കൾ 10 ലക്ഷമായി. മറ്റു നടന്മാരൊന്നും ചോദിച്ചിട്ടില്ല, ഈ പുള്ളി മാത്രം ചോദിച്ചു, ഹരീഷ് മാത്രം ചോദിച്ചു എന്നുള്ളത്. എല്ലാവരെയും പോലെയല്ല ഒരാൾ. പിന്നെ അയാൾ ചുമ്മാ ഹൗസിന് വന്ന് കാശ് മേടിക്കണല്ലോ, കുടിച്ച കാശാണ്. അത് താങ്കൾ എത്രയും വേഗം തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് എല്ലാം താങ്കൾ പൊട്ട തെറ്റൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നിട്ട് താങ്കൾ ഓരോ രീതിക്കും ഇറക്കി എന്തൊക്കെ പറഞ്ഞാൽ 12 ലക്ഷം എന്നൊരു 10 ലക്ഷം ഓക്കെ, എത്ര ലക്ഷമാണ് താങ്കൾ തിരിച്ചു കൊടുക്കുക. അത് അവമാനിച്ചില്ല എന്ന് കുറേ സഹി കെട്ടതിന് ശേഷമാണ് പുള്ളി അത് തുറന്നു പറഞ്ഞത്. അവസരം താങ്കൾ സിനിമാ സാന്നിധ്യം വെച്ച് താങ്കൾ പുള്ളിയുടെ അവസരങ്ങളൊക്കെ എടുത്ത് കളയുകയും ചെയ്തു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്ക് കാശ് കൊടുത്ത് കാര്യം സെറ്റിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, പുള്ളിക്ക് പുള്ളിയുടെ വഴി, ആ രീതിയിൽ പോവുക. അല്ലെങ്കിൽ ഒരുമിച്ച് പോകുന്നിടത്ത് സൗഹൃദപരമായിട്ട് നീങ്ങുക, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വഴി പരസ്പരം പാര വയ്ക്കാതിരിക്കുക.